ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു വെറൈറ്റി റെസിപ്പീസ്. ഇന്ന് ഞാൻ സ്പെഗറ്റി വെച്ചുള്ള ഒരു മീലാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇതൊരു ഇറ്റാലിയൻ മീലാണ് എങ്കിലും ഞാനിതൊരു കേരള സ്റ്റൈലിലൊക്കെ ആക്കിയെടുത്തിട്ടുണ്ട്. കുറച്ച് ഫിഷ് ഫില്ലറ്റ്സ് ഒക്കെ ആഡ് ചെയ്താണ് ഞാൻ സോസ് ഉണ്ടാക്കിയിരിക്കുന്നത്. വൈറ്റ് സോസാണ്, പക്ഷെ വളരെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു സോസാണിത്. നമുക്ക് മക്രോണിയുടെ കൂടെയും ഈ സോസ് ചേർത്ത് കഴിക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ പാസ്തയ്ക്കും നല്ലൊരു കോമ്പിനേഷനാണ് ഈ സോസ്. പിന്നെ ഫിഷ് കഴിക്കാത്തവർക്കാണെങ്കിൽ പകരം ചിക്കൻ ആഡ് ചെയ്തിട്ടും ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് നോക്കാം. സ്പെഗറ്റിയാണ് നമുക്ക് വേണ്ടത്. ഞാനിതൊരു 500 ഗ്രാമിൻ്റെ പാക്കറ്റാണ്. ഞാൻ ഹോൾ വീറ്റ് സ്പെഗറ്റിയാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ നിന്ന് ഞാനൊരു 100 ഗ്രാമേ എടുക്കുന്നുള്ളൂ. 2 പേർക്ക് വേണ്ട മീലാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ ഈ പാക്കറ്റ് പൊട്ടിച്ച് ഇതിനകത്തുനിന്ന് ഒരു 100 ഗ്രാം സ്പെഗറ്റി എടുത്തിട്ടുണ്ട്. ഹോൾ വീറ്റ് സ്പെഗറ്റിയാണ്, അതുകൊണ്ടാണ് ഈ കളറ് ബ്രൗൺ നിറമായിട്ടിരിക്കുന്നത്. മൈദയുടെ ആണെങ്കിൽ നല്ല വെള്ള നിറത്തിലിരിക്കും. നന്നായിട്ട് വെള്ളം, ഒരു 2 ലിറ്റർ വെള്ളം ഒരു പാനിൽ തിളപ്പിച്ചതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 100 ഗ്രാം സ്പെഗറ്റി അതിനകത്തേക്ക് മുക്കി ഇടുക. വളരെ പതിയെ വേണം ഇതിനകത്തേക്ക് മുക്കി ഇടാനായിട്ട്. ഓരോ സൈഡ് വെന്ത് വരും തോറും അത് താഴേക്ക് തനിയെ പോയിക്കോളും. അല്ലെങ്കിൽ നമ്മൾ പ്രസ് ചെയ്ത് ഇടുകയാണെങ്കിൽ അത് ഒടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഒടിയാതെ തന്നെ എടുക്കണം. മുഴുവനായിട്ടും വെള്ളത്തിൽ മുങ്ങി കഴിയുമ്പോഴേക്കും മീഡിയം ഹീറ്റിലോട്ട് മാറ്റിയിട്ട് 10 മിനിറ്റ് കുക്ക് ചെയ്യുക. 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും നോക്കിയിട്ട് അത് സോഫ്റ്റ് ആയിട്ടില്ലെങ്കിൽ ഒരു 2 മിനിറ്റും കൂടി, അപ്പോൾ 12 മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം ഒരു സ്ട്രെയിനറിലോട്ട് അത് ആ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് തണുത്ത വെള്ളത്തിലോട്ട് മാറ്റിയിടുക. വേറൊരു ബൗളിലെ തണുത്ത വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് അതിനകത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക വെള്ളത്തിൽ. അപ്പോൾ അതിൻ്റെ പശപ്പൊക്കെ ഉണ്ടെങ്കിൽ പോവുകയും ചെയ്യും. എന്നിട്ട് വീണ്ടും അത് സ്ട്രെയിനറിലിട്ട് വെള്ളം കളഞ്ഞ് മാറ്റി വയ്ക്കുക. ഞാനിവിടെ ഒരു 50 ഗ്രാം ഫിഷ് ഫില്ലറ്റ്സ് ആണ് എടുത്തിരിക്കുന്നത്. അത് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് ഒന്ന് മാരിനേറ്റ് ചെയ്യുക. വളരെ നേരിയതായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഇത് നീളത്തിലും അരിഞ്ഞെടുക്കാം, പക്ഷേ പെട്ടെന്ന് നമ്മൾക്ക് കുക്ക് ചെയ്യാനുള്ള എളുപ്പത്തിന് ഞാനിതുപോലെ ചെറുതാക്കിയാണ് കട്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് പാൻ ചൂടാക്കി അതിലേക്ക് 1 ടീസ്പൂൺ ഒലിവ് ഓയിലും 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇത് മെൽറ്റ് ആകുമ്പോഴേക്കും നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കുക. എല്ലാം നല്ല നിരത്തിൽ വെച്ച് കൊടുത്തതിന് ശേഷം ലോ ഹീറ്റിൽ ഇത് 2 മിനിറ്റ് ഏകദേശം ഒന്ന് സോട്ട് ചെയ്യുക. മുരിയേണ്ട ആവശ്യമില്ല, ഒന്ന് സോട്ടായാൽ മതി. 2 സൈഡും 2 മിനിറ്റ് വീതം ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തിട്ട് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് ഗ്രേവി ഉണ്ടാക്കാം. ആ സെയിം പാനിൽ തന്നെ 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർക്കുക. അതിനകത്തേക്ക് 2 ടീസ്പൂൺ പൊടിയായി ചോപ്പ് ചെയ്ത ഗാർലിക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. 2 മിനിറ്റ്, എല്ലാം ലോ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ കുക്ക് ചെയ്യേണ്ടത്. 2 മിനിറ്റ് വെളുത്തുള്ളി വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് 400 മില്ലി പാല് ചേർക്കുക. പാല് ചേർത്ത് ഇളക്കി കൊടുത്ത് ഈ പാല് തിളക്കുന്നത് വരെ നമുക്കൊന്ന് മീഡിയം ഹീറ്റിലോട്ട് മാറ്റി വയ്ക്കാം. പാല് തിളച്ച് കഴിയുമ്പോഴേക്കും ലോ ഹീറ്റിലോട്ട് മാറ്റിയിട്ട് 1/4 കപ്പ് ഫ്രഷ് ക്രീം ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. തിളച്ച് തുടങ്ങുമ്പോഴേക്കും ഇതിലേക്ക് 1/4 കപ്പ് ചെറുതായിട്ട് കട്ട് ചെയ്ത സ്പ്രിംഗ് അണിയൻ ചേർത്ത് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി തൂകുക. ഇനി ഇതിലേക്ക് നമ്മൾ ചീസാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മോസറല്ല ചീസ് ഇതിനകത്തേക്ക് ചേർക്കാം. ഞാനിപ്പോൾ ബ്രിട്ടാനിയയുടെ ചീസ് സിംഗിൾസ് ആണ് ചേർക്കുന്നത്, സ്ലൈസ് ആയിട്ടുള്ളത് 2 എണ്ണം ചേർത്തിട്ടുണ്ട്. ചീസിൻ്റെ ഉപ്പ് നോക്കിയിട്ട് വേണം ഉപ്പ് വീണ്ടും ആഡ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഇതിന് കുറച്ച് ഉപ്പ് പോരായ്മ ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ
ആപ്പിൾ സിഡർ വിനീഗർ ചേർക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ചേർത്താലും മതി. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിലാണ് കേട്ടോ ഈ സമയത്തൊക്കെ കുക്ക് ചെയ്യേണ്ടത്. ഇതൊന്ന് തിളച്ച് തുടങ്ങുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾക്ക് ഫിഷ് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ സോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് ചേർത്ത് ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇതിനകത്ത് കിടന്ന് നന്നായിട്ട് സോഫ്റ്റ് ആവുന്നത് വരെ ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്യാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ 1/2 ടീസ്പൂൺ കോൺഫ്ലവർ കലക്കിയിട്ട് ഇതിലേക്ക് ചേർക്കുക. ഇതൊന്ന് തിക്കാകാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ നല്ല കൊഴുത്ത ഗ്രേവി ആയിരിക്കും, നമ്മളുടെ സ്പെഗറ്റിയിലൊക്കെ നന്നായിട്ട് പിടിക്കും. അതിന് വേണ്ടിയിട്ടാണ് കോൺഫ്ലവർ ചേർക്കുന്നത്. 1 മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഒറിഗാനോ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്താൽ നമ്മളുടെ ഫിഷ് ഫില്ലറ്റ്സ് വൈറ്റ് സോസ് റെഡിയായി. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാം. ഒരു പ്ലേറ്റിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന സ്പെഗറ്റി ഇട്ട് കൊടുക്കുക. അതിൻ്റെ പുറത്തേക്ക് ഫിഷ് ഫില്ലറ്റ്സ് ഗ്രേവി ഒഴിച്ചു കൊടുക്കുക. ഇതിൻ്റെ പുറത്ത് കുറച്ച് കുരുമുളക് പൊടി തൂവി കൊടുക്കുക. ഗ്രീൻ ഓണിയൻ സ്പ്രെഡ് ചെയ്ത് ഗാർണിഷ് ചെയ്യാം. ഇതിൻ്റെ സ്വാദ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മീലാണിത്. ഇറ്റാലിയൻ മീലാണെങ്കിലും നമുക്കിത് ഇതുപോലെ ഉണ്ടാക്കിയാൽ വളരെ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ എൻ്റെ അടുത്തടുത്ത വീഡിയോസ് നിങ്ങൾക്ക് വേഗത്തിൽ ലഭിക്കുന്നതായിരിക്കും. നമുക്ക് വീണ്ടും അടുത്ത റെസിപ്പിയിൽ കാണാം. താങ്ക് യു.